ഹൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തുവാന്ന് പറഞ്ഞുകൂടാ, ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ സെക്കൻഡ് റെക്കോർഡ് ചെയ്യേണ്ട, വോയിസ് ഓവർ ചെയ്യേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കളിക്കാമെന്ന് വെച്ചു. നോക്കുമ്പോൾ ടീമേറ്റ് ആരോ ഉണ്ട്, ബ്ലൈൻഡിയുടെ നെയിം മാറ്റിയെന്ന് തോന്നുന്നു ഗൈസ്. നോക്കട്ടെ, നമ്മളൊരു ഫ്രണ്ടിൻ്റെ നെയിം മാറ്റിയെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, അല്ല മാറ്റിയതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് CS ആണ് കളിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്തുവാണ് പറയുന്നത്, നമുക്ക് മറ്റേ ചാലഞ്ച്. അപ്പം നേരത്തെ നമ്മൾ കണ്ടത് ഡയമണ്ട് 4-ലായിരുന്നു. ഇപ്പം നമ്മൾ 5 ആണ്. നമ്മളിനി അടിക്കും ഗൈസ്. നമ്മളിനി ഇനി നമ്മൾ ഉള്ള വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ നമ്മുടെ കോസ്റ്റ്യൂം നമ്മുടെ കൂടെ കളിക്കാൻ നമ്മുടെ അനിയനുണ്ട്. അപ്പോൾ ബംഗാളീസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ നമ്മുടെ വോയിസ് കേൾക്കത്തില്ല. അതെന്തുകൊണ്ടാണ് ഒത്തിരിയും വെച്ചാൽ ഒത്തിരിയും നേരം കളിച്ചതാണ്. ഇനി ഞാൻ ഒത്തിരി നേരം കളിച്ചത് ഒറ്റ ഇരിപ്പിന് ഇരുന്ന് വോയിസ് ഓവർ ചെയ്യണം. നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത് USB ആണ് 1. അപ്പോൾ ഗൈസ് സോറി ഗൈസ്, ഞാൻ അടുത്ത നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഫുള്ളി ലോങ് വീഡിയോ ആണ്. അതോടെ നമ്മൾ ഹീറോയെ കടിക്കുന്ന ചാലഞ്ച് ഇവിടെ തീർക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ എൻ്റെ അനിയനൊക്കെ ആണെങ്കിൽ നേരത്തെ റഷ് കയറാൻ പോയി. അതല്ല എൻ്റെ അനിയൻ പിന്നെ റഷ് കയറാൻ പോയി നോക്കായി ഗൈസ്. നോക്കുമ്പോൾ ഒരുത്തൻ വരുന്നു. ഞാൻ G8 വെച്ച് USB വെച്ച് G18 വെച്ച് നല്ല ഡാം കൊടുക്കും. അവൻ്റെ മറ്റേ ഷോട്ട് ഗൺ ആയിരുന്നു. പിന്നെ ഞാൻ അവനെ കണ്ടുപിടിച്ച് അവനെ ഞാൻ നോക്കിയിട്ടു. പിന്നെ ഞാൻ ഇരുന്നൊക്കെ അടിക്കാൻ നോക്കിയപ്പോൾ ഗൈസ് എൻ്റെ ടീമേറ്റ് ഫുള്ള് ചത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോക്കായി ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ അടിക്കാനും പറ്റിയില്ല ഗൈസ്. എനിക്ക് ഭയങ്കര സങ്കടമായ ഒരു കാര്യമായിരുന്നു. ഞാൻ ഇത്രയും കളിച്ചിട്ട് വോയിസ് കേട്ടില്ല. ഇനി തൊട്ട് ഞാനത് ലിറ്ററലി ഞാൻ നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ ഒത്തിരിയും ഒത്തിരിയും നല്ല വോയിസ് ഓവറും കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി. എല്ലാം പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ 34 മിനിറ്റ് സംസാരിച്ചതിനകത്തും അതിനകത്തൊരു ഫുൾ നേരം എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ആദ്യത്തെ കളി അവന്മാർ എടുത്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഞാൻ കോൾ ഇട്ടപ്പോൾ അതുകൊണ്ട് ഒരുത്തൻ കയറി വരും. നമ്മുടെ ടീമേറ്റും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ജനലിൽ കൂടെ അടിക്കും. ഞാൻ അവന് ഈ ഒരു ഗണ്ണ് വെച്ച് നല്ല ഡാം കൊടുത്തു. G18 അങ്ങനെയാണ്ടാണ് എൻ്റെ പേര്. നോക്കിയപ്പോൾ ടീം ഫുൾ ഇവിടെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ടീം ഒരുത്തൻ നോക്കായി. പിന്നെ ഞാൻ മറ്റവൻ അടിക്കാൻ പോയി. മറ്റവൻ റിവൈവ് ആക്കുമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ അനിയനെ വിളിച്ചു റിവൈവ് ആക്കാൻ. പക്ഷേ എന്നോട് നല്ല ടീമിനാണ് കിട്ടിയത്. വേറെ നമ്മുടെ ടീം റിവൈവ് ആക്കി. നോക്കിയപ്പോൾ ഒരുത്തൻ റഷ് കയറുന്നു. നമ്മുടെ ടീമേറ്റ് അവരെ നോക്കിയിട്ടു. പിന്നെ എൻ്റെ ടീമേറ്റ് എന്നെ റിവൈവ് ചെയ്തു ഗൈസ്. അല്ല ഗൈസ്, എന്നെ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഒരുത്തൻ കയറി വന്ന് അടിച്ചു. പിന്നെ എൻ്റെ അനിയൻ്റെ കയ്യിലാണ് ഇനി എല്ലാം. അടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞാണ്. അവൻ്റെ ഡെസേർട്ടാണ്. നോക്കിയപ്പോൾ അവനൊരു കില്ലൊക്കെ എടുത്തു ഗൈസ്. സെറ്റായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവനൊരു കുറച്ച് പ്രാന്തൊക്കെ വന്നായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അവൻ സെറ്റായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ അവനെ വഴക്കൊക്കെ പറഞ്ഞായിരുന്നു. ഇടയ്ക്കല്ല, ഇപ്പോഴല്ല, നെക്സ്റ്റ് വീഡിയോക്കകത്ത് അത് വരുന്നതായിരിക്കും ഗൈസ്. എനിക്ക് നല്ല സങ്കടമായൊരു കാര്യമാണിത്. എൻ്റെ ലൈഫിൽ തന്നെ ഇത്രയും കഷ്ടപ്പെട്ടൊരു ലോങ് വീഡിയോ ഇട്ടിട്ടും ഇത്രയും പാടുപെട്ട ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇത്രയും ലൈവിൽ തന്നെ ഇത്രയും കഷ്ടപ്പാട്. എന്തുവാടെ ഇത്? നോക്കുമ്പോൾ ഞാൻ 3 വീഡിയോ ഇന്ന് റെക്കോർഡ് ചെയ്തു. 3 വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ സൗണ്ടില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്യണ്ട എന്ന് എനിക്ക് വയ്യ. ഇനി ഞാൻ ചെയ്യുന്നില്ലെന്ന് വെച്ചിരുന്ന നോക്കിയപ്പോൾ ഒരു വീഡിയോക്കകത്ത് മാത്രം സൗണ്ട് ഇല്ലാതുള്ളൂ. 2 വീഡിയോക്കകത്ത് മാത്രം സൗണ്ട് ഇല്ല. അത് 2 ലോങ് വീഡിയോ. അടുത്ത വീഡിയോ ആണെങ്കിൽ നമ്മുടെ കസ്റ്റമാണ്. എൻ്റെ അനിയൻ എന്നെ ചാലഞ്ച് ചെയ്തായിരുന്നു കസ്റ്റം കളിക്കാൻ. നോക്കുമ്പോൾ ഗൈസ് എൻ്റെ ഡെസേർട്ടും ബൈസണുമാണ്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു 1 ടാപ്പൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. 1 ടാപ്പ് കിട്ടുമെന്ന് പറഞ്ഞുകൂടാ. എനിക്ക് തോന്നിയ ഒരു 1 ടാപ്പ് അടിച്ചെന്ന് തോന്നി. അത് മിസ് ചെയ്തെന്ന് തോന്നുന്നു ഗൈസ്. ഒരു 1 ടാപ്പ് അടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് അത്രയും ഉറപ്പാണ്. ഞാൻ
വൺ ടാപ്പ് അടിച്ചെന്ന് തോന്നുന്നു. ഈ ഒരു സമയത്ത് ഒരു ഗൈസ് ഞാൻ ഒരു വൺ ടാപ്പ് അടിച്ചു. നിങ്ങളത് എനിക്ക് അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. നല്ല നെറ്റ് പ്രോബ്ലം ഉണ്ട്. നോക്കിയപ്പോൾ എനിക്കൊരു ഒരുത്തരും കൂടെ ഉള്ളൂ നമ്മുടെ എനിമിയായിട്ട്. ബാക്കി എല്ലാത്തിനെയും കൊന്നു. നോക്കിയപ്പോൾ എൻ്റെ അനിയനെ ആരോ അവനെ തീർത്തിട്ടുണ്ട് ഗൈസ്. നോക്കും എൻ്റെ കില്ല് നോക്കുമ്പോൾ ഞാൻ ഒരു കില്ല് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ടീമേറ്റ് നല്ല സപ്പോർട്ടായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ നല്ല സപ്പോർട്ടായിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ വീണ്ടും പറയാൻ കാരണം ഗൈസ് എന്തുവാന്ന് അറിഞ്ഞൂടാ, ഇത്രയും നല്ല കോമഡി ആയിട്ടും ആ 1 മണിക്കൂർ ചിലവാക്കി ഗൈസ്. 1.5 മണിക്കൂർ അല്ല 2 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് 3 വീഡിയോ റെക്കോർഡ് ചെയ്തു. 2 മണിക്കൂർ അല്ലായിരിക്കും, ഒരു ദിവസം വേണമായിരിക്കും ഒരാൾക്ക് ചിലവർക്കൊക്കെ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ. പക്ഷേ ഗൈസ് 2 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. എനിക്ക് 2 മണിക്കൂർ ഇരുന്ന് 3 വീഡിയോ റെക്കോർഡ് ചെയ്തു. അതിനകത്ത് ഒരു വീഡിയോയ്ക്കകത്ത് 2 വീഡിയോയ്ക്കകത്ത് ഞാൻ അത്രയും വായിട്ട് സംസാരിച്ചിട്ട് ഒന്നും കിട്ടിയില്ല ഗൈസ്. നോക്കിയപ്പോൾ ഒരു കില്ല് നമ്മൾ എടുത്തായിരുന്നു MP40 വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഒന്നും കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ഒരു സപ്പോർട്ടും തരുന്നില്ല. നിങ്ങൾ ഒരു സപ്പോർട്ടും തരുന്ന വെച്ചാൽ ഒരു സപ്പോർട്ടും തരുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, പ്ലീസ് ഗൈസ്, പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ എൻ്റെ ഒരു എന്താ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് യൂട്യൂബിൽ നിന്ന് കുറച്ച് കാശുണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്കൊരു PS5യും നല്ല ക്യാമറ ഒക്കെ വാങ്ങിച്ച് ഫേസ് ക്യാം ഇടാൻ. നോക്കുമ്പോൾ ഒരുത്തരും കൂടെ ഉള്ളായിരുന്നു. ഞാൻ MP40 വെച്ച് അവനെ കുത്തിയും കുടിച്ചു. 3ാമത്തെ കളി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ ഹീറോ കളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇനി തൊട്ട് നല്ല ലോങ് വീഡിയോസ് ആയിരിക്കും വരുന്നത്. ഇനി തൊട്ടല്ല, കുറച്ച് ആവശ്യമുള്ളതിനൊക്കെ നമ്മൾ ലോങ് വീഡിയോസ് ഇടാറുള്ളൂ. അല്ലാതിനകത്ത് നമ്മൾ ലോങ് വീഡിയോ ഇടാറില്ല. എനിക്ക് അത്രയ്ക്ക് എഡിറ്റ് ചെയ്യാനും വയ്യ ഗൈസ്. ഞാൻ സീരിയസ്ലി എനിക്ക് മടുത്ത ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചാണ് ഈ 2 വീഡിയോ. ഈ ഹീറോയ്ക്ക് അടിക്കുന്നത് ഞാൻ വേണ്ടെന്ന് വെച്ചാണ്. ഞാൻ ആ സൗണ്ട് ഇല്ലെന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാണ്. പക്ഷേ അത്രയും നേരം കഷ്ടപ്പെട്ടതിന് പിന്നെ ഇനിയും കുറച്ച് നേരം കൂടെ അല്ലേ ഉള്ളൂ. ഇനി ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത റെക്കോർഡ് ചെയ്യണം. ഞാൻ എടുത്തേക്കുന്നത് MP40 ഡെസേർട്ടാണ് ഗൈസ്. ഞാൻ പറഞ്ഞു തന്നത് ഇത് ഞാൻ ഇപ്പോൾ ഫുള്ളി റെക്കോർഡ് ചെയ്യുന്ന വെച്ചോ. ഇനി അടുത്ത 2 വീഡിയോ ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോ കൂടെ ഞാൻ ഇനി വോയിസ് ഓവർ ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ സോറി ഗൈസ്, വോയിസ് ഓവർ ചെയ്യേണ്ട വെച്ചതാണ്. നോക്കിയപ്പോൾ ഒരു ഡെസേർട്ട് വെച്ച് ഞാൻ 1 ടാപ്പ് അടിക്കാൻ നോക്കി പറ്റിയില്ല. ഞാൻ എൻ്റെ നോക്കിയപ്പോൾ എൻ്റെ ടീമേറ്റ് അവനെ അടിച്ചു. ഇനി 2 എനിമീസ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ബുയ അടിക്കാം. നോക്കുമ്പോൾ ഗൈസ് ഞാൻ പാരാഫിൽ എടുത്തപ്പോൾ ഒരുത്തൻ ഞങ്ങളുടെ കയറി വരും. ഞാൻ MP40 വെച്ച് ഡാം എടുക്കാൻ നോക്കി പറ്റിയില്ല. ഞാനാണെങ്കിൽ അവന് മറ്റേ സ്പൈഡർ ആയിരുന്നു. ഞാൻ 5-6 ഗ്ലൂ വാളൊക്കെ ഇട്ട് അവനെ ചാടിക്കാൻ കുത്തിയൊക്കെ പിടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ബുയ എടുത്തിട്ടുണ്ട്. MVP നമ്മളാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഹീറോയൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമോട്ടും കിട്ടും ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത കുറച്ച് മാച്ചുകളിൽ ഇനി ഈ വീഡിയോസിനകത്തല്ല, അടുത്ത മാച്ചുകളിൽ നമുക്ക് നമ്മുടെ ടീമേറ്റ് ഒരാളും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവൻ നിങ്ങളുടെ അടുത്തൊക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്ന പറയുന്നതായിരിക്കും. പക്ഷേ അതൊന്നും കിട്ടിയില്ല, റെക്കോർഡാക്കാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, റെക്കോർഡാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര സ്റ്റാറിന് നോക്കിയില്ല, സ്റ്റാർ കയറി. അപ്പം നമ്മുടെ ഗിൽഡ് പ്ലസ് 60 കയറി ഗൈസ്. നമുക്കൊരു സ്പെഷ്യൽ എയർ ഡ്രോപ്പൊക്കെ വന്ന് കിടപ്പുണ്ട്. കൊള്ളാം ഗൈസ്. മറ്റേ ഇതിൻ്റെയൊക്കെയാണ് മറ്റേ ഡ്രൈവിങ്ങിന് നമ്മൾ ഇങ്ങനെ ടോപ്പപ്പ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കളിക്കുന്ന പ്ലെയർ അല്ല. എന്താ വെച്ചാൽ ടോപ്പപ്പ് ചെയ്യാതെ ഫ്രീ കിട്ടുന്നതൊക്കെ എടുത്ത് കളിക്കുന്ന പ്ലെയേഴ്സാണ്. നമ്മൾ അതൊന്നും എടുക്കാന്നില്ല. അതൊക്കെ നമ്മൾ വിട്ട് കളി. നോക്കുമ്പോൾ ഡയമണ്ട് 5 2 സ്റ്റാർ കയറി. നമുക്ക് 4 സ്റ്റാറും കൂടെ വേണം നമുക്ക് നമ്മുടെ ഹീറോയ്ക്ക് അടിക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കളി സ്റ്റാർട്ടായി ഗൈസ്. നോക്കുമ്പോൾ നമ്മൾ ഡയമണ്ട് 3 ആണ് BRൽ. എനിക്കൊരു ആഗ്രഹം BRലും കൂടെ ഹീറോയ്ക്ക് അടിച്ച് ഒന്ന് വൺ തിങ് ഗൈസ്. നമ്മുടെ സൂപ്പർ സിമുലേറ്റർ പറഞ്ഞൊരു ഗെയിമും സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ അല്ല, സർവൈവൽ സിമുലേറ്റർ പാർട്ട് 2 വീഡിയോ, അത് ഒരു 1% ആണെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. എനിക്കറിഞ്ഞൂടാ, ചിലപ്പോൾ ആരും അത് വേണമെന്നില്ലായിരിക്കും. എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരാളെങ്കിലും അത് വേണമെന്നുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു കമൻറ്റ് ഇടാനുള്ള
ഇത് കാണിച്ചില്ല, എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നില്ല. ഗൈസ് ഇത് ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടാണ്, ഇതെങ്കിലും ഒന്ന് ഫുള്ള് കാണണം. ഒരു ഫുള്ള് കാണണ്ട. ഞാൻ ഇപ്പോൾ കണ്ടവരൊന്ന് ഒരു 10 മിനിറ്റ് ഇപ്പോൾ പറയുന്നവരെങ്കിലും ഒന്ന് കാണണം ഗൈസ്. എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ ഒന്ന് കാണണം ഗൈസ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ കളിക്കാൻ ബ്ലൈൻഡിൻ്റെ നെയിമൊക്കെ മാറ്റി പുതിയ നെയിം ആക്കിയായിരുന്നു. എന്തോ ബ്ലൈൻഡ് ഇനൻസോ അങ്ങണ്ട ആക്കിയത്. അപ്പോൾ ബ്ലൈൻഡിനെ വിളിക്കുന്നില്ല, ഇനി വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മളിന്ന് 2 ഇടുന്നുണ്ട്, 2 ലോങ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറയാൻ വന്നേ 2 ലോങ് വീഡിയോക്കകത്ത് നമ്മൾ എല്ലാം കൂടെ ഹീറോയ്ക്ക് അടിക്കാനാണ്. എന്താ 4 പ്ലസ് കൂടെ കയറിയാൽ മതി, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ അനിയനും ഉണ്ട്, പിന്നെ വേറെ 2 പ്ലേയേഴ്സും കൂടെ ഉണ്ട്. നമുക്ക് കിട്ടിയ മാപ്പ് നെക്സ്റ്ററയാണ് ഗൈസ്. നമ്മുടെ ക്യാരക്ടർ കോഡയാണ്. നമുക്ക് M500 എടുത്ത് 1 ടാപ്പ് കിട്ടു മാസ് 1 ടാപ്പ് അടിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇത് ഞാൻ 1 ടാപ്പ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ഇതിനകത്ത് എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ഒരു 1 ടാപ്പെങ്കിലും ഇതിനകത്ത് അടിച്ചിരിക്കും. അതെൻ്റെ വാക്കാണ്. ഒറ്റൊരു 1 ടാപ്പെങ്കിലും അടിച്ചിരിക്കും. 1 ടാപ്പ് അല്ലെങ്കിൽ ഞാൻ 2 1 ടാപ്പ് അടിക്കും, ഉറപ്പാണ്. നോക്കി ഗോയ്സ്, ഞാൻ അടിച്ചിരിക്കും. അടിക്കുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ, എന്തായാലും അടിക്കും. അപ്പോൾ കമൻറ്റും ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇവന് ഒരുത്തർ റഷ് നമ്മൾ എടുത്തോട്ട് പിന്നെ ഞാൻ അവനെ കാര്യമൊക്കെ നിന്നില്ല ഇല്ലേ. പിന്നെ അവനെ പിന്നെ അവൻ എവിടെയോ പോയി കിടന്നു ഗൈസ്. പിന്നെ അവനെ കാണുവാനേ ഇല്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ നല്ല ഫൈറ്റ് എടുക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വല്ല കില്ല് വല്ല കുമ്മൻ എടുക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഒരുത്തൻ നിൽക്കും. ഞാൻ 1 ടാപ്പൊക്കെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ടീമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്തോ ഗൈസ് എനിക്ക് 1 ടാപ്പ് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും 1 ടാപ്പൊന്നും കിട്ടില്ല ഗൈസ്, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്ക് ഒന്നും അടിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് അടുത്ത മാച്ച് അങ്ങനെ 1 ടാപ്പ് അടിക്കാൻ നോക്കാം ഗൈസ്. നോക്കുമ്പോൾ ഒരുത്തൻ്റെ മറ്റേ WSP ഞാൻ മറ്റേ ഇത് ഇട്ട് ഹീലിങ്ങും അത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല അടി അടിച്ചു ഗൈസ്. പിന്നെ ഞാൻ 2 പേരും കൂടെ കൂട്ടി അടിച്ചു ഗൈസ്. അങ്ങനെ എനിക്ക് 1 ടാപ്പ് അടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒന്ന് ലൈക്ക് ഷെയർ ബിക്കോസ് ഗൈസ് നിങ്ങൾക്ക് എൻ്റെ കൂടെ 1v1 കളിക്കണോ? എൻ്റെ കൂടെ 1v1 കളിക്കണമെങ്കിൽ ആദ്യം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് രണ്ടും ചെയ്തെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം 1v1 കളിക്കണമെന്ന്. അയാളുടെ കൂടെ ഞങ്ങൾ കളിക്കുന്നതായിരിക്കും. ഈ വീഡിയോ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ ഞാൻ മറ്റേ നമ്മൾ കഴിഞ്ഞ വർഷം പ്രാവശ്യം എടുത്ത് ആ ഗണ്ണ് തന്നെ എടുത്തിട്ടുണ്ട്. എന്തുവാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഈ കളി എനിക്ക് അത്രയ്ക്ക് നല്ല കളിയായിട്ട് തോന്നുന്നില്ല. അപ്പുറത്തെ നല്ല ടീമുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പം എൻ്റെ അനിയൻ ഭയങ്കര ഇതായി ചളിയായിരുന്നു, ഭയങ്കര വെറുപ്പിക്കുകയായിരുന്നു. കുറച്ച് 5-6 കളികളാകുമ്പോൾ നല്ല വെറുപ്പിച്ച് ഗൈസ്. അത് പിന്നെ അതൊന്നും ഇത് കിട്ടിയില്ല. അതുകൊണ്ട് ഭാഗ്യം. പക്ഷേ എനിക്ക് അത്രയും നേരം ഇന്ന് ചെയ്തിട്ട് പിന്നെ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ചെയ്യണമെന്ന് തന്നെ ഇല്ല ഗൈസ്. ഇത് നമുക്കിപ്പോൾ ഗൈസ് അവനെ അടിക്കുന്നു. എനിക്ക് ഒരുത്തരാണെങ്കിൽ നല്ല ഡാം വന്നു അടിക്കുന്നു, നല്ല ഡാം വന്നു. ഞാൻ മറ്റേ ആ സാധനം ഇട്ടു ഹീലിങ്ങിൻ്റെ നോക്കിയപ്പോൾ പുറകെ കൂടെ അടിക്കുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ആര്യൻ്റെ കില്ലൊക്കെ കുമ്മനെടുത്ത് ഒരു കില്ലൊക്കെ എടുത്ത് ഗൈസ്. അത്രേ ഉള്ളൂ. നമുക്ക് പാരാഫിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ആണെങ്കിൽ മാറി നിന്ന് മെഡടിക്കുകയാണ്. നോക്കിയപ്പോൾ ഇത് അവന്മാരുടെ ടീമിൽ 2 പേരേ ഉള്ളൂ. ഞാൻ അവിടെ ഒരുത്തന്നെ സ്പോട്ട് ചെയ്തായിരുന്നു, അവനാണെങ്കിൽ എങ്ങോട്ടോ ഓടിപ്പോകുന്നു ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പുറകിൽ നമ്മുടെ ടീമേറ്റ് ഉണ്ട്. എൻ്റെ അനിയൻ പറഞ്ഞായിരുന്നു പുറകെ എനിമിയെന്ന്. എന്തായാലും പക്ഷേ ഞാൻ അതിൻ്റെ കാര്യമൊക്കെ നോക്കി അത് എൻ്റെ ടീമേറ്റിനെ റിവൈവ് ചെയ്തു. നമ്മുടെ ക്യാരക്ടർ സ്റ്റീവിയാണ് ഗൈസ്, മറ്റേ എളുപ്പം റിവൈവ് ആക്കാൻ പറ്റുന്നത്. നോക്കുമ്പോൾ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ പുറകെ എനിമി. നമ്മളെ പിന്നെ ആരാ നമ്മുടെ മറ്റേ ആ ഗണ്ണ് വെച്ച് നമ്മൾ കുത്തി അങ്ങ് ഇടിച്ച് ഒരു ഹെഡൊക്കെ കൊടുത്ത് മാസായി 187 ഡാമൊക്കെ കൊടുത്ത് ബാക്കി ഒരു ബോഡിയും കൊടുത്ത് നമ്മൾ തീർത്തിട്ടുണ്ട്. നമ്മൾ 2 കില്ല് എടുത്തിട്ടുണ്ട്. നമുക്ക് മുമ്പ് നമ്മൾ പാരഫിലും MP40 എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ പാരഫിലും MP40 എടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേ ലോണിൻ്റെ എബിലിറ്റിയും സ്റ്റീവയുടെ എബിലിറ്റിയും നേരിയുടെ എബിലിറ്റി ഉണ്ടായതുകൊണ്ട് ഇത് 3 എബിലിറ്റി ഉണ്ടായതുകൊണ്ട് നമുക്ക് എളുപ്പം നമ്മുടെ ഹീൽ ചെയ്യാൻ പറ്റും ഗൈസ്. ടീമേറ്റിനെ റിവൈവ് ചെയ്യാൻ സ്റ്റീവ, ഹെൽത്ത് കൂട്ടാൻ നാരി, പിന്നെ ഹെൽത്ത് കൂട്ടാൻ ലോണ്. 3 ക്യാരക്ടറുണ്ട്. പിന്നെ നമുക്ക് എനിമിസിനെ കണ്ടുപിടിക്കാൻ കോളയും പിന്നെ വേണ്ട കേസ്. ഒത്തിരിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സ്കിൽ ഇതൊക്കെയാണ്. നോക്കുമ്പോൾ നമ്മുടെ ഒരു ടീം നോക്കായി. ഞാൻ പിന്നെ അവനെ റിവൈവ് ആക്കാനൊക്കെ കയറിപ്പോയതാണ് കേസ്.
എന്തായാലും റിവൈവ് ആക്കി വിടാന്ന് വെച്ച് ഗൈസ്. നോക്കുമ്പോൾ ഒരുത്തൻ അവിടെ നിൽക്കുന്നു. ഞാൻ അവനെ അടിക്കാൻ വേണ്ടി ടീമേറ്റ് അടിച്ചു. ഞാൻ ഫിനിഷ് ചെയ്യാൻ പോയപ്പോൾ ഫിനിഷ് ചെയ്ത് ഞാൻ അവനെ റിവൈവ് ചെയ്യാൻ പോയപ്പോൾ പുറകേന്ന് അടിച്ചു ഗൈസ്. എന്ത് ചെയ്യാനാ, കഷ്ടകാലം. പുറകേന്ന് അടിച്ചു ഗൈസ്. ഗൈസ് പുറകേന്ന് അടിച്ചു ഗൈസ്. എന്ത് ചെയ്യാനെന്ന് പറയാം. അപ്പോൾ ഗൈസ് 2 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും നോക്കുക. അപ്പോൾ നമ്മുടെ ടീമിൽ നിന്ന് ഒരുത്തൻ മാത്രമേ ഉള്ളൂ ഇനി. എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അനിയനും എന്താണ് നോക്കായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ബംഗാളിയായിരുന്നു ഉള്ളത്. ഗൈസ് നോക്കുമ്പോൾ 3 പേരെ റിവൈവ് ആക്കി അവന്മാർ. നോക്കുമ്പോൾ നമ്മുടെ ടീമേറ്റ് ചത്തു ഗൈസ്. നോക്കായി തീർന്ന്. നമുക്ക് തോക്കുമെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്താ ഈ കളി തോക്കുമെന്നാണ് തോന്നുന്നത്. എന്തോ നമുക്ക് എങ്ങനെയെങ്കിലും പ്ലസ് കയറ്റി ഹീറോയ്ക്ക് അടിക്കണം ഗൈസ്. നമുക്ക് തോക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് ഈ വീഡിയോ ഒത്തിരി നേരം ഉള്ള വീഡിയോ ആണ്. ഒരു 34 മിനിറ്റൊക്കെ എടുക്കുന്നൊരു വീഡിയോ ആണ്. അത്രയും നേരം ഞാൻ സംസാരിച്ച് നാക്കൊക്കെ എന്തോ പോലെ ആയി നിൽക്കുമ്പോൾ ആ വീഡിയോ അങ്ങനെ 2 വട്ടം ഞാൻ ചെയ്ത്. പക്ഷെ ആ വീഡിയോ വന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിൽ ഇങ്ങനെ അവനെനിക്ക് MP40 തന്നു ഗൈസ്. അവന് ഗണ്ണ് വേണ്ടെന്ന് പറഞ്ഞ് അവൻ MP40 തന്നിട്ട് അവൻ വേറെ ഗണ്ണ് എടുക്കാൻ ഓടിപ്പോയി ഗൈസ്. ഓക്കെ, അവൻ MP40 എനിക്ക് തന്നിട്ട് അവൻ പോയി. ഞാനാണെങ്കിൽ എന്ത് ചെയ്ത്, എൻ്റെ വേറെ ടീമേറ്റ് വിളിച്ചായിരുന്നു. നോക്കിയപ്പോൾ ഒരുത്തൻ തല പൊക്കിയിരിക്കുന്നു. ഞാൻ AK വെച്ച് നല്ല ഡാം കൊടുത്തു. പിന്നെ നോക്കുവാണെങ്കിൽ എൻ്റെ അനിയനല്ല എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു. അവനെയും കൂടെ വീഡിയോയ്ക്ക് കയറ്റണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ കയറ്റണം ഗൈസ്. എന്തായാലും ഇന്നിനി ഞാൻ 3 വീഡിയോയിലോട്ട് നിർത്തി ഗൈസ്. ഇനി ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഗൈസ്. അപ്പോൾ ഈ 3 വീഡിയോ അടുപ്പിച്ചായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല. നോക്കുമ്പോൾ ഗൈസ് ഇവിടെ എനിമി ഉണ്ട്. ഞാൻ അവിടെ ഹൈഡ് ചെയ്തിട്ട് അവൻ തല കാണിച്ചപ്പോൾ കുറച്ച് MP40 വെച്ച് നല്ല ഹെഡൊക്കെ കൊടുത്ത് ഞാൻ പിസ്റ്റൽ വെച്ച് അവനെ അടിച്ചു ഗൈസ്. കുറച്ച് നേരം നോക്കുമ്പോൾ ഞാൻ താഴോട്ട് ചാടി ഗൈസ്. അത്ര HP കൊടുത്ത് പൊട്ടത്തരം കാണിച്ച് താഴോട്ട് ചാടി. അപ്പുറത്തെ സോഡും ഇപ്പുറത്തെ ഭയങ്കര ആഴവും ഗൈസ്. മറ്റേ കാലിൻ്റെയും കടലിൻ്റെയും നടുക്കും അങ്ങനെ കണ്ട് പറയുമല്ലോ, അതിൻ്റെ ഇതായിപ്പോയി. നോക്കുമ്പോൾ ഗൈസ് അവന്മാർ 3ാമത്തെ കളി എടുത്തു ഗൈസ്. ഭയങ്കര വിഷമമായി. ഈ കളി പോയി ഗൈസ്. ഈ കളി പോകുമെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ മാക്സിമം ജയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ കളി നമുക്ക് SVD ഒക്കെ എടുത്തു മാസ് കാണിക്കാന്ന് വെച്ച് നമ്മൾ SVD എടുത്തു. പിന്നെ നമ്മുടെ WSP എടുത്തു, ഗ്ലൂവാൾ എടുത്തു, മഷ്റൂം എടുത്തു. പിന്നെ ഞാൻ ഒരു ഹെൽമെറ്റ് റിക്വസ്റ്റ് അയച്ചു കൊടുത്തു. നോക്കുമ്പോൾ വാട്സപ്പൊക്കെ കയറി വന്നു. ഭയങ്കര സീനായി. ഞാൻ പിന്നെ അതൊക്കെ മാറ്റി എടുത്തു ഗൈസ്. അറിയാതെ വാട്സപ്പൊക്കെ കയറി വന്നു ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അത്ര നേരം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വാട്സപ്പൊക്കെ കയറി വന്നെന്ന് വെച്ചാൽ വല്ലാത്തൊരു സങ്കടമായ ഗൈസ്. ഞാൻ കട്ട് ചെയ്യണം. അങ്ങനത്തെ ഒത്തിരി പരിപാടി ഉണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. നോക്കുമ്പോൾ ഗൈസ് ഞാൻ SVD വെച്ച് അവന് തലടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ ഞാൻ 26 ഡാമേജ് കൊടുക്കാനേ പറ്റുള്ളൂ. ടീമേറ്റ് ആണെങ്കിൽ റിവൈവും ചെയ്തു. നോക്കുമ്പോൾ പുറകെ നടിച്ചു. എളുപ്പം കുളിയിട്ടുണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അല്ലെങ്കിൽ ഞാനും ചത്തേനെ. നോക്കുമ്പോൾ ഗൈസ് ഞാൻ ബെഡ് അടിച്ചിട്ട് ഞാൻ മേലത്തവനെ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് താഴത്തവൻ ആദ്യം തന്നെ അടിച്ചു. നോക്കിയപ്പോൾ ടീമേറ്റ് MP40 വെച്ച് കുത്തിപ്പിടിച്ച് അവൻ്റെ താഴത്തവനെ നോക്കാക്കി. പിന്നെ ആണെങ്കിൽ എന്നെ റിവൈവ് ആക്കി. ഞാൻ ഒറ്റ മൈൻഡ് മേലത്തവനെ അടിക്കാനാണ്. അല്ല ഗൈസ്, നമ്മൾ മെഡ് അടിച്ചിട്ട് പെതുക്കടിക്കാൻ നിന്നപ്പോഴാണ് അതുകൊണ്ട് ഒരുത്തൻ കയറി വരുന്നത്. നോക്കുമ്പോൾ ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങി ഗൈസ്. എന്ന് വെച്ചാൽ അവൻ ഇതൊക്കെ ഇട്ടു ഗൈസ്, ഗ്രനേഡൊക്കെ ഇട്ടു. ഞാൻ പിന്നെ കുറച്ച് ലാസ്റ്റിരുന്ന് ഒരു മെഡും അടിച്ചിട്ട് SVD ഞാൻ കുത്തിപ്പിടിച്ച് നോക്കുകയൊക്കെ ഇട്ടു. ഇനി അവന്മാർ 2 പേരേ ഉള്ളൂ. ഞാൻ പിന്നെ എൻ്റെ വേറെ ടീമേറ്റിനെ റിവൈവ് ചെയ്തു. അവന്മാരൊക്കെ തന്നെ നല്ല റിവൈവിങ് ആയിരുന്നു, സപ്പോർട്ടൊക്കെ ചെയ്തു. നോക്കിയപ്പോൾ എനിക്ക് MIT കിട്ടി. എൻ്റെ അനിയനാണെങ്കിൽ കുറച്ച് ഓപ്പണിൽ നിന്ന് അടിക്കുമായിരുന്നു ഗൈസ്. അപ്പോഴാണെങ്കിൽ നോക്കുവാണെങ്കിൽ എൻ്റെ ടീമല്ല ചത്തത്, വേറെ ഒരുത്തൻ ചത്തൻ്റെ ബോഡിയായിരുന്നു അവിടെ കിടന്നത്. ഞാൻ വിചാരിച്ച എൻ്റെ ടീമാണ് ചത്തതെന്ന് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ഒരുത്തനും കൂടെ ഉള്ളൂ.
നോക്കുമ്പോൾ അവൻ അവിടെ ഹൈഡ് ചെയ്ത് നിൽക്കുവാണ്. എൻ്റെ അനിയൻ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ അനിയനോട് എടാ അവൻ തല പുറത്ത് വരുമ്പോൾ അടിച്ചാൽ മതി, വെറുതെ നീ കയറണ്ടെന്ന്. പക്ഷെ അവൻ കേട്ടില്ല, അവൻ അകത്തോട്ട് കയറിപ്പോയി. ഇനി അവൻ അടിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കുമ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നു. എനിക്ക് അധികം HP ഇല്ല. ഞാൻ SUD വെച്ച് കുത്തി പിടിച്ച് ഞാൻ നോക്കായാലും അവസാനത്തെ ബുള്ളറ്റ് അവനെ കൊന്നിട്ടാണ് ഞാൻ നോക്കായത്. അപ്പോൾ ഗൈസ് എന്താണ് നമ്മൾ കംബാക്ക് എടുക്കുമോ നമുക്ക് നോക്കാം. ഞാൻ 2 കളി നമ്മൾ എടുത്തിട്ടുണ്ട്, 3 കളി അവന്മാരും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്കിലെടുത്ത് എല്ലാ കളിയും തീരാൻ ഗൈസ്, ഒന്നും പറയാൻ പറ്റത്തില്ല. മാച്ച് പോയിൻ്റാണ് നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് ഗൈസ് നമ്മുടെ എന്താ ബ്രൈറ്റ്നെസ് നല്ല കുറഞ്ഞായിരുന്നു. ഒത്തിരി നേരം ഇങ്ങനെ 20 മിനിറ്റൊക്കെ ഫോൺ എടുക്കുമ്പോൾ നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ കുറയും. അതുകൊണ്ട് ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടി വെച്ചിട്ട് നമ്മൾ SUDയും MP40 ഒക്കെ എടുത്ത് മാസം കാണിക്കാൻ പോവാണ്. നോക്കിയപ്പോൾ ഞാൻ ഒരുത്തനെ നോക്കിയിട്ടിട്ട് ചത്തു. പക്ഷെ ആ കില്ല് എനിക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ അവന്മാരെല്ലാം പറഞ്ഞു, എടാ കില്ല് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അവന്മാരുടെ അടുത്തല്ല എൻ്റെ അനിയൻ്റെ അടുത്ത്. പക്ഷെ എൻ്റെ അനിയൻ എൻ്റെ കൂടെ വന്നില്ല ഗൈസ്. ആവശ്യമുള്ളപ്പോഴൊന്നും എൻ്റെ അടുത്ത് കാണത്തില്ല. അപ്പോൾ ഗൈസ് നോക്കുമ്പോൾ ആ കില്ല് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. നോക്കുമ്പോൾ ഗ്രോസ് വെച്ചൊരു എൻ്റെ ടീമേറ്റ് എനിമീനെ അടിച്ചിട്ടു. അവന്മാരുടെ ടീമിൽ 3 പേരേ ഉള്ളൂ, നമ്മുടെ ടീമിൽ 3 പേരേ ഉള്ളൂ. ഗൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ അനിയന് നല്ല ഡാമായി. എൻ്റെ അനിയനൊരു 1 ടാപ്പൊക്കെ അടിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. 1 ടാപ്പൊക്കെ അടിക്കുകയോ എന്തോ. അവരിരിക്കുന്ന ഗണ്ണൊക്കെ ഏതാ M8 വെച്ച് 1 ടാപ്പൊക്കെ അടിക്കുമെന്ന് വെച്ചിരിക്കുവാണ്. അവനൊരു 1 ടാപ്പ് കാണാൻ ഞാൻ മറ്റേ എൻ്റെ അനിയനല്ല സെലക്ട് ചെയ്യുന്നത്, ഇവനെ ഏതൊരു ബംഗാളിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നോക്കിയപ്പോൾ ഗൈസ് തൊണ്ട വേദനിക്കുന്നതാണ് ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, ചെറിയ തൊണ്ടവേദനയായിരുന്നു. അപ്പോൾ ഗൈസ് നോക്കുമ്പോൾ നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഞാൻ വിചാരിച്ച് കളി പോയെന്ന്. പക്ഷേ ടീമേറ്റ് ആണെങ്കിൽ ഇവൻ എൻ്റെ അനിയനാണെങ്കിൽ ഒരു 1 ടാപ്പൊക്കെ അടിക്കുമെന്ന് വെച്ചിരിക്കുകയാണ്. M500 1 ടാപ്പ് അടിക്കുമോ ഗൈസ്, നമുക്ക് നോക്കാം. എൻ്റെ അനിയനാണ് ഇപ്പോൾ സ്പെറ്റ് ചെയ്തത്. ഇതെൻ്റെ അനിയൻ്റെ റിയൽ അക്കൗണ്ട് അല്ല കേട്ടോ, ഇതെൻ്റെ ഒരു ചേട്ടൻ്റെ റിയൽ അക്കൗണ്ടാണ്, അല്ല സെക്കൻഡ് അക്കൗണ്ടാണ്. അപ്പോൾ ചേട്ടൻ എനിക്ക് കുറച്ച് നേരം കളിക്കുന്നതാണ്. ഇപ്പോൾ അവനാണ് ഇതിനകത്ത് കളിക്കുന്നത്. നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ ടീമേറ്റ് ബാക്കിയുള്ളവന്മാരെല്ലാം കൊന്നിട്ടുണ്ട്, മാസമായിട്ടുണ്ട്. നമ്മൾ 4 കില്ലൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയുള്ള കളിയാണ് ദ റിയൽ മാച്ച് പോയിൻ്റ്. നമ്മൾ ഇത്ര നേരം കംബാക്ക് അടിച്ച് 3 കളി അവന്മാരെ പൊട്ടിച്ച് 3 കളി നമ്മളും എടുത്തിട്ടുണ്ട്. 3 കളി അവന്മാരെ നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ്. നോക്കുവാണെങ്കിൽ നമ്മൾ MP40യും SVDയും ബാക്കി എല്ലാ ലെവൽ 3 ഉള്ള ഹെൽമെറ്റ്, ലെവൽ 3 ഉള്ള വെസ്റ്റും, ഗ്ലൂവാൾ, മഷ്റൂം, ഞാൻ ഗ്രനേഡൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. എനിക്ക് ഗ്രനേഡ് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഗ്രനേഡൊക്കെ വെച്ച് കളിക്കാൻ. അതുകൊണ്ട് ഞാൻ ഗ്രനേഡ് ലെവൽ 1 ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. 2-3 വീഡിയോ ഇനി അടുപ്പിച്ച് വരുന്നുണ്ട് ലോങ് വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി എനിക്ക് സീരിയസ് ആയിട്ട് ഞാൻ ഒത്തിരി നേരം കുത്തിയിരുന്ന് കളിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുത്തിയിരുന്ന് കാണുക ഗൈസ്. നോക്കുമ്പോൾ ഇവിടെ കൂടെ 2 എണ്ണം കയറി. ഞാൻ MP40 വെച്ചാൽ നല്ല ഡാമും കൊടുത്തു ഗൈസ്. പിന്നെ അവൻ ഗ്ലൂ വാൾ ഇട്ടു. ഞാനും പിന്നെ ഒരു ഗ്ലൂ വാളൊക്കെ ഇട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ സോണി കയറി ചാവുമെന്ന് വെച്ചു ഗൈസ്. എന്തായാലും അവൻ സോണി കയറി ചാവത്തില്ല ഗൈസ്. അവൻ അത്രയും ഇരുന്നിട്ട് സോണി കയറി അവൻ ചാവാതെ പിന്നെ അവൻ എവിടെ പോകാനാ. പക്ഷേ അവൻ ചത്തില്ല ഗൈസ്, അവൻ ചത്തില്ല. പക്ഷെ അവൻ എങ്ങനെയോ കയറി വന്നു ഗൈസ്. അത് എവിടുന്നാണ് കയറി വന്നാൽ എനിക്കിപ്പോൾ മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു അവിടെ മറ്റേ അതെങ്ങനെ കേസ് കയറി വരാൻ പറ്റുന്നേ, ആ സോണിലല്ലേ അവന്മാർ, അങ്ങനെ അവന്മാർക്ക് കയറി വരാൻ പറ്റും. നോക്കുമ്പോൾ ഗൈസ് അവിടെ ഒരു ഫൈറ്റ് നടന്നു അപ്പുറത്തെ സൈഡിൽ. അപ്പം എൻ്റെ ടീമേറ്റ് അവനെ കൊന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ഗൈസ് നമ്മൾ അടിച്ചതുകൊണ്ട് 2 അവന്മാരാണ് അടിക്കുന്നത്. SUD വെച്ച് ഞാൻ ഡാം കൊടുക്കാൻ നോക്കി പറ്റിയില്ല, പിന്നെ ഡാം കൊടുക്കാൻ നോക്കി പിന്നെ പറ്റി. നോക്കുമ്പോൾ ഗൈസ് ഒരുത്തൻ ചാടി കളിക്കുന്ന അവൻ്റെ അവസാനത്തെ ചാടി കളി ഗൈസ്. അവനെയും കൊന്ന് കളിയങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട്. തോറ്റ് പോവെന്ന് ഉറപ്പുള്ള കളിയാണ് ഗൈസ് നമ്മൾ എടുത്തത്. ഇടയ്ക്ക് വെച്ച് മറ്റേ ഒരു ആപ്പ് കയറി വന്നായിരുന്നു, കണ്ടായിരിക്കും. സോറി ഗൈസ്, അതൊക്കെ ഞാൻ കട്ട് ചെയ്തേക്കാം, കുഴപ്പമില്ല. അതങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ കട്ട് ചെയ്തായിരുന്നു ഗൈസ്. ഇടയ്ക്ക് വെച്ചൊന്ന് ലാഗായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഡയമണ്ട് 5 സ്റ്റാർ 3 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും ഒന്ന് കാണണം. അടുത്ത വീഡിയോ ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, അടുത്ത വീഡിയോ ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. 2 ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് കാണണം ഗൈസ്. അത്രയും കഷ്ടപ്പെട്ടിരുന്നില്ലേ ഗൈസ്. ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിക്കണം. ഈ ഒരു വീഡിയോയ്ക്ക് 100 സബ് വന്നാൽ
എനിക്ക് സന്തോഷമായിരിക്കും ഗൈസ്. ഒരു 100 സബ്, റോഡ് ടു 100 സബ് ലേക്ക് എത്ര പേരാണ് കാണുന്നത്? ഒരു മിനിമം ഒരു 10 വ്യൂവേഴ്സ്. ആ 10 വ്യൂവേഴ്സ് തരണം ഗൈസ്. അപ്പോൾ ഗൈസ് കുറച്ച് ലൈക്ക് അങ്ങനെ തരണം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ UID. ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ UID. ആർക്കെങ്കിലും വണ്ടി വേണം കളിക്കണമെങ്കിൽ വന്നോളൂ. പക്ഷേ ആരും ഹാക്കിംഗ് ഒന്നും ചെയ്യില്ല ഗൈസ്. ഹാക്കിംഗ് അറിയാവുന്നവരൊന്നും ഹാക്ക് ചെയ്യരുത്. എനിക്ക് ഇതിനകത്ത് മാത്രമേ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് പ്ലീസ് ഗൈസ്. ഹാക്കിൻ്റെ പരിപാടി ഒന്നും വൺ കളിക്കാൻ മാത്രം UID അയച്ചിട്ട് വന്ന മലയാളി വരൂ. അപ്പം ഉറപ്പായിട്ടും ഞാൻ ഉണ്ടെങ്കിൽ വേണം കളിക്കാം. പറ്റുമെങ്കിൽ ഞാൻ റെക്കോർഡിങ് ചെയ്യാം. നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. പുതിയ മാച്ച് ഞാൻ പിന്നെ ഒരു മാച്ച് ഇട്ടു. ഇത് ഇന്നത്തെ ലാസ്റ്റ് മാച്ചാണെന്ന് തോന്നുന്നു. ഇതാ ഗൈസ് ഇന്നത്തെ ലാസ്റ്റ് മാച്ചാണ്. നമ്മുടെ M500 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ M500 എടുത്തായിരുന്നു. നോക്കുമ്പോൾ ഒരു എനിമി വന്നു. നമ്മുടെ ടീമേറ്റ് നോക്കുമ്പോൾ അവൻ താഴെ പോയി ഗൈസ്. എന്ത് ചെയ്യണം? താഴെ പോയി. നമുക്കൂടെ താഴെ പോലെ ഗൈസ്. അതോടെ നമ്മൾ താഴെ പോയി നോക്കുമ്പോൾ അവൻ നല്ല പടവായി കിടക്കുന്നു. അവൻ കിടക്കുന്നു. നോക്കുമ്പോൾ ഗൈസ് താണ്ട് ഇവിടെ ഒരു എനിമി നിൽക്കുന്നു. ഒരു തസൂയ. അവൻ മറ്റേ ഡ്രോപ്പിൽ വിട്ടാൻ വന്നേക്കുന്നു. നമ്മളെന്ത് ചെയ്തു? നമ്മൾ അവനെ അടിക്കാൻ വേണ്ടി കോഡൊക്കെ ഇട്ട് അവനെ സ്പോട്ടൊക്കെ ചെയ്ത് പോയതാണ് ഗൈസ്. നോക്കുമ്പോൾ അവൻ താണ്ട് നമ്മുടെ ടീമേറ്റിനെ അടിച്ചു. പിന്നെ ഞാനൊന്ന് ബാക്കിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പക്ഷെ അവൻ സൈറ്റ് വെച്ച് തന്നെ നല്ല അടിച്ചു. പക്ഷെ ഞാൻ അവിടെ നല്ല ഡാം കൊടുത്തതാണ് ഗൈസ്. പിന്നെ എൻ്റെ അനിയൻ അല്ല ഗൈസ് വേറെ ഏതൊരു നമ്മുടെ ടീമേറ്റ് വന്ന് അവനെ അടിക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ റിവൈവ് ആക്കാൻ വന്നതാണ്. പക്ഷേ റിവൈവ് ആക്കാനും പറ്റിയില്ല. അവൻ നല്ല എൻ്റെ എൻ്റെ അനിയൻ 1 ടാപ്പൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയില്ല. നോക്കുമ്പോൾ നമ്മുടെ ടീമേറ്റിന് കുറച്ചെണ്ണം കൂടെ കൂടി അങ്ങ് അടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റ് സോണിയായി ആദ്യത്തെ കളി അവന്മാർ എടുത്തിട്ടുണ്ട്. അവന്മാർ നല്ല പ്ലെയേഴ്സാണ് അപ്പുറത്തുള്ളത്. നോക്കുമ്പോൾ അപ്പുറത്തുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കണം. നമുക്ക് കിങ്ഫിഷറാണ് നമ്മുടെ അടുത്ത ചോയ്സ് നമ്മൾ എടുക്കുന്നത് ഗൈസ്. ഇനി ഈ വോയിസ് ഓവറും കൂടെ ഞാൻ ചത്ത് ഗൈസ്. എനിക്കിനി വയ്യ. ഞാൻ എത്ര നേരം ഒരു സംസാരിക്കറിയാമോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് വെറൊരു വീഡിയോ. ഒരു 34 മിനിറ്റ് നിങ്ങൾ ചുമ്മാ ഇരുന്ന് കാണുക. ശ്വാസം മുട്ടുന്ന ഗൈസ്. ഇത്രയും നേരം വീഡിയോ എടുത്ത് ശ്വാസം മുട്ടുന്നു. എൻ്റെ അമ്മ ഭയങ്കര ശ്വാസം മുട്ടൽ ഗൈസ്. എനിക്കറിഞ്ഞൂടെ ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റ് നോക്കായിട്ടുണ്ട്. ഞാൻ അവനെ റിവൈവ് ചെയ്യാന്നൊക്കെ വെച്ച് പോയതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ റിവൈവ് ചെയ്തു. നോക്കുമ്പോൾ അവൻ ഒരുത്തനാണെങ്കിൽ സിബ്ലൈൻ കയറി വരുന്നു. ഞാനവനെ കുത്തി അങ്ങ് പിടിച്ചു ഗൈസ്. ഒരു സ്കോപ്പൊക്കെ ചെയ്ത് കുത്തി പിടിച്ചു. നോക്കുമ്പോൾ വേറൊരു എനിമി ഞാൻ അടിക്കാനൊക്കെ ശ്രമിക്കുന്നതിന് മുന്നേ അവനെ അടിച്ചു. പിന്നെ എൻ്റെ അനിയനെ ടീമേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ കളി എടുക്കണേന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കളി പോയെന്ന് വിചാരിച്ചു ഗൈസ്. നോക്കുമ്പോൾ എൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ഒരു എനിമീനെയും കൊന്നു. ഇനി 1v1 ആണ് ഗൈസ്. പിന്നെ ആണെങ്കിൽ നോക്കുമ്പോൾ ടീമേറ്റ് അവനെ റിവ്യൂ ആക്കുന്നതിന് മുന്നേ എല്ലാത്തിനെയും അടിച്ച് ആദ്യത്തെ റൗണ്ട് 2ാമത്തെ റൗണ്ട് നമ്മൾ എടുത്തിരിക്കുവാണ്. അപ്പോൾ ടീമേറ്റ് നല്ല ടീമിനെ തന്നെ കിട്ടിയേക്കുവാണ്. ഇന്നെന്ത് പറഞ്ഞൂടെ? ഇന്നെൻ്റെ നല്ല ദിവസം തോന്നുന്നു. 2 കളിയും രണ്ട് കളി നമ്മൾ ജയിച്ചു. ഈ കളി നല്ല ടീമിനെ കിട്ടിയിരുന്നു. ഈ കളി നമുക്ക് ജയിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. എൻ്റെ ഈ കളി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയണം, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതുപോലത്തെ ഇനിയും ലോങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും നിന്നെ തയ്യാറാണ്. എന്താണെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ എടുക്കാൻ ഒരു കുഴപ്പമില്ല. എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ നല്ല ശ്രമിച്ച് ഞാൻ വീഡിയോ എടുക്കും. അതിനൊന്നും ഒരു സീനില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഇനിയും വീഡിയോ എടുക്കാനുള്ള ആഗ്രഹം തോന്നും. നോക്കുമ്പോൾ ഗൈസ് ഒരുത്തൻ കയറി വരുന്നു. നമ്മൾ കിങ്ഫിഷർ വെച്ച് അവനെ കുത്തിയെ കുറിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുത്തിനൂടെ ഒരു തസൂയെ കയറി വന്നു ഗൈസ്. ഞാനവനെ പിന്നെ താഴെ പോയി അടിക്കാമെന്ന് വെച്ചാൽ ഒറ്റ മൈൻഡിൽ പോയതാണ്. നോക്കുമ്പോൾ അവൻ അവിടെങ്ങാണ്ട് പോയി. ഞാൻ അവനെ കണ്ടില്ല. അവനത് മാഞ്ഞു പോയോ ഗൈസ്. നോക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ പറയും റിവൈവ് ആക്കാൻ വന്നേക്കുന്നത്. ഞാൻ അവനെ ഹെഡ് അടിച്ച് കിങ്ഫിഷർ വെച്ച് നോക്കാക്കി. പിന്നെ നമ്മൾക്ക്
എനിമിനി ഒരുത്തനും കൂടെ ഉള്ളൂ. എൻ്റെ അനിയൻ പറഞ്ഞു അവനൊന്ന് റിവൈവ് ആക്കാമോന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അവനങ്ങ് റിവൈവ് ആക്കി വിടാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റീവിയുടെ എബിലിറ്റി ആയതുകൊണ്ട് എളുപ്പം റിവൈവ് ആക്കി. നോക്കുമ്പോൾ ഗൈസ് ഒരുത്തൻ താണ്ട് നിൽക്കുന്നു. ഞാൻ ഒരു ഊങ്കോങ് നോക്കുമ്പോൾ ഞാൻ പരാഫൽ വെച്ച് നോക്കി, അതും പറ്റിയില്ല. ഊങ്കോങ്ങിനെ അടിക്കാൻ നോക്കി, അതും പറ്റിയില്ല. കിങ് ഫിഷർ നോക്കി, അതും പറ്റിയില്ല. നമ്മൾ അവസാനം കിങ് ഫിഷർ വെച്ച് അവൻ കുത്തി അങ്ങ് പിടിച്ചു ഗൈസ്. അപ്പോഴത്തേക്ക് അവൻ നോക്കായി ഗൈസ്. അത് നമുക്ക് കില്ല് കിട്ടിയില്ല. അതെന്തോ ഗൈസ് ഞാനല്ലേ ഒത്തിരിയും ഡാം അവന് കൊടുത്തത്, പക്ഷെ നമുക്ക് ആ കില്ല് കിട്ടിയില്ല ഗൈസ്. അതെന്താ അറിഞ്ഞൂടെ. പക്ഷെ നമ്മൾ 2 കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടില്ല, ഞാനല്ലേ അവസാനത്തെ ഇത് കൊടുത്തത്. നമ്മൾ ടീമേറ്റ് അത് കുമ്മൻ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, കളി എടുത്തില്ല, അത് മതി ഗൈസ്. നോക്കുമ്പോൾ നമ്മൾ തോംസൺ എടുക്കാനല്ലേ ഇരുന്നതാണ് ഗൈസ്. നമ്മൾ തോംസൺ ഗൈസ് എന്തോ ഒരു തകരാറ് പറ്റിയതുപോലെ നമ്മുടെ തോംസൺ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഞാൻ തോംസൺ പറയാൻ ഡബിൾ വെക്ടർ എടുത്തു ഗൈസ്. അതുകൊണ്ട് തോംസൺ പിന്നെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ തോംസൺ പറയാൻ അതായത് കൈ തട്ടി ഡബിൾ വെക്ടർ എടുത്തു. അതായത് അറിഞ്ഞുകൊണ്ട് എടുത്തതല്ല. നോക്കുമ്പോൾ എൻ്റെ അനിയനും ഞാനും ഒരുമിച്ച് മറ്റേ നമ്മുടെ ഇവിടെ എന്തോ ഈ നമ്മുടെ മാപ്പ് കിട്ടിയത് എന്തോ ഈ ഫോർമിറ്ററിയോ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സ്ഥലത്താണ്. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഒത്തിരിയും കമൻറ്റ് ചെയ്യാൻ ഈ പ്രാവശ്യം പറയുന്നുണ്ട്, ആരും കമൻറ്റ് ചെയ്യുന്നില്ല ഗൈസ്. നോക്കുവാണെങ്കിൽ ഞാൻ ഒരു നോക്കൊക്കെ എടുത്തു വരുന്നു. നോക്കിയപ്പോൾ ഞാൻ ഇവിടെ അടിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാത്തിനെയും തൂഫാനാക്കാൻ വേണ്ടി വന്ന്. പക്ഷേ ഞാൻ അവനെ ഹെഡൊക്കെ കൊടുത്തതാണ് ഗൈസ്. പക്ഷെ എന്താണ് ഗൈസ്, ബൈ ചാൻസ് അവൻ എന്നെ അടിച്ചു ഗൈസ്. എനിക്ക് കറക്റ്റ് എയിം കിട്ടിയില്ല. നോക്കുമ്പോൾ എൻ്റെ കില്ലും അവൻ എടുത്തു. കില്ല് അവനെ റിവൈവ് ആക്കി. ഞാൻ പറഞ്ഞ് എന്നെ റിവൈവ് ആക്കാൻ പറഞ്ഞു. എൻ്റെ അനിയന് നല്ല ഡാം കിട്ടി ഗൈസ്. നോക്കുമ്പോൾ ഗൈസ് അവൻ്റെ മേളിൽ എനിമയുണ്ട്. ഞാൻ പിന്നെ മറ്റവൻ്റെ എൻ്റെ ടീമേറ്റിൻ്റെ കില്ലങ്ങ് ഫിനിഷ് ആക്കി കൊടുത്തു. നോക്കുമ്പോൾ നമ്മൾ വെക്ടറൊക്കെ വെച്ച് വെക്ടറൊക്കെ വെച്ച് അവനെ പാരഫിലൊക്കെ വെച്ച് അവനെ കുത്തി അങ്ങ് പിടിച്ചു നോക്കിയപ്പോൾ താഴെ നിന്നൊക്കെ മേളിൽ നിന്ന് എനിമി അടിച്ചിട്ടു ഗൈസ് നമ്മളെ. നോക്കിയപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ താഴെ ഇറങ്ങി. പക്ഷേ എൻ്റെ അനിയൻ ചത്തു ഗൈസ്. എന്തോന്ന് അറിഞ്ഞൂടാ. അവൻ വലിയ കാര്യത്തിന് പോയതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ 2 കളി അവന്മാരെടുത്തു, 2 കളി നമ്മളെടുത്തു ഗൈസ്. ഈ കളി മാക്സിമം എങ്കിൽ ഈ കളി ജയിച്ചാൽ അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് ഹീറോ ഒക്കെ എടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഗൈസ് ഒന്നുകൂടെ ഞാൻ വീണ്ടും പറയുകയാണ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ഇങ്ങനത്തെ ലോങ് വീഡിയോക്കകത്ത് ഞാൻ ഒത്തിരിയും വട്ടം പറയും ഗൈസ്. അതുകൊണ്ട് ഗൈസ് എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ കളിച്ചിട്ട് വോയിസ് ഓവർ ചെയ്യുന്ന ഞാൻ ഇതുണ്ട് 3 വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കളിക്കാൻ പോയതാണ് ഗൈസ്. 3 റെക്കോർഡ് ചെയ്തിട്ട് കളിക്കാൻ പോയതാണ്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ അതാണ്. ഒരുത്തൻ വരുന്നു, ഒരുത്തൻ തന്നെ എൻ്റെ ടീമേറ്റ് ആണെങ്കിൽ മേളിൽ കയറിപ്പോയി. ഞാൻ ചത്തു. ടീമേറ്റിനെ അവന്മാർ കൊന്നു. എനിക്ക് തോന്നുന്നു ഈ കളി നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമുക്ക് നോക്കാം. എൻ്റെ അതിനാണെങ്കിൽ മേലോട്ട് പൊക്കി അടിക്കുന്നുണ്ട് ഗൈസ്. എന്തോ ആണ് ഗൈസ്. കണ്ടോ അവൻ്റെ പൊട്ടത്തരം കണ്ടോ ഗൈസ്. അവൻ എന്തോ കാണിക്കുന്നേ. നോക്കുമ്പോൾ ഒരു AW പിടിച്ച് അപ്പുറത്തിരിപ്പുണ്ട്. നോക്കുമ്പോൾ ഗൈസ് എൻ്റെ അന്യം പൊക്കി അവൻ ചത്തിട്ടുണ്ട്. അങ്ങനെ 3 കളി അവന്മാർ എടുത്തിട്ടുണ്ട്. ഈ കളി എന്തായാലും നമ്മൾ തോക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു വന്നത് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഇപ്പം ഞാൻ കളിച്ചിട്ടൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് വന്ന് ഫാനിലവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. 2 വീഡിയോക്കകത്ത് ഞാൻ എടുത്ത 3 വീഡിയോക്കകത്തുള്ള 2 വീഡിയോക്കകത്ത് നമ്മുടെ സംസാരിച്ച് കേട്ടില്ല. എന്തുകൊണ്ടാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. എനിക്ക് അത് ഞാൻ കണ്ടുപിടിക്കണം. ഇനി അതിനുള്ള പരിഹാരമൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് മാസ് കാണിക്കാം. റോഡ് ടു 50 സബ് 100 ലൈക്ക് 100 സബ് 50 റോഡ് ടു 100 സബ് 15 ലൈക്ക് അത്ര എനിക്ക് തരണം. നോക്കുമ്പോൾ ഗൈസ് ഒരുത്തിനെ ഞാൻ നോക്കിയിട്ടു, രണ്ടെണ്ണത്തിനെ ഞാൻ നോക്കിയിട്ടു. പക്ഷേ പുറകെ നിന്ന് അടിച്ചു ഗൈസ്. എൻ്റെ അനിയനെ പുറകെ നിന്ന് അടിച്ചു. ഞാൻ വിചാരിച്ചു കളി തോറ്റു എന്ന്. പിന്നെ കളി തോറ്റു. ഷാരു കളിച്ചൂടെ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുവാണ് എടാ ജയിക്കണേ. നോക്കുമ്പോൾ ടീമേറ്റ് നമ്മളെ ഒരുത്തിനെ കൊന്നു. പിന്നെ അവനെ റിവൈവ് ചെയ്തവനെ കൊന്നു. നോക്കിയപ്പോൾ നമ്മളെ അടിച്ചവൻ അവിടെ താഴെ ഇപ്പോൾ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ നമ്മുടെ വേറെ ടീമേറ്റ് ആണെങ്കിൽ ചത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കളി തോറ്റെന്ന് വിചാരിച്ചു. നമ്മുടെ കളി അങ്ങനെ തോറ്റിട്ടുണ്ട്. എന്തോ നല്ലോണം ഈ കളി നമ്മൾ തോറ്റു. വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.